തൗബ ചെയ്യാത്ത മനുഷ്യരുണ്ടാവുകയില്ല. തൗബ കൊണ്ടൊരു ഫലവുമില്ല. രണ്ടാമത്തെ അവസ്ഥ ഏതാണെന്നറിയുമോ? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമ്പോഴാണ്. എല്ലാ ദിവസവും കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് പ്രഭാതത്തിൽ ഉദിക്കുന്ന സൂര്യൻ ഒരു ദിവസം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചു വന്നുവെന്ന് കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഒരു ഉദയം സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഉദയം ഉണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവിടെ യഥാ പശ്ചാത്താപത്തിന്റെ വാതിലടയുകയാണ്. അവിടെ യഥാ തൗബയുടെ വാതിലടയുകയാണ്. അതിന്റെ മുന്നേ എന്റെ പ്രിയപ്പെട്ടവരെ, തൂബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ തൗബ, ഹൃദയത്തിൽ നിന്നുള്ള തൗബ, മനസ്സിൽ നിന്നുള്ള തൗബ, കണ്ണീരിൽ കുതിർന്ന തൗബയുമായി അല്ലാഹുവിലേക്ക് പോകുക. പ്രിയപ്പെട്ടവരെ, ഫിർഔനോട് അല്ലാഹു ചോദിക്കുകയാ, പറയുകയാണ്, വഖദ അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ. ഇതിന്റെ മുന്നേ നീ എത്ര വലിയ ധിക്കാരിയായിരുന്നു, എത്ര വലിയ അഹങ്കാരിയായിരുന്നു. ഈ ദുനിയാവിൽ മുഴുവൻ ഫസാദ് വിതച്ചുകൊണ്ട് നീ നിന്റെ അഹങ്കാരം മുഴുവൻ ചെലവഴിച്ചില്ലേ. ആയതിനാൽ ഇന്നേ ദിവസം നുനജ്ജീക ബിബദനിക്, നിന്റെ ശരീരത്തെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ ചെങ്കടലിന്റെ ആഴിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ ചേതനയേറ്റ ശരീരം മാത്രമാണ്, ജീവനില്ലാത്ത ശരീരം മാത്രമാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നാലെ വന്ന ഒരുപാട് മനുഷ്യർ കരയ്ക്ക് കാത്തു നിൽക്കുന്നുണ്ട്. നീ കടലിലേക്ക് പ്രവേശിച്ചപ്പോൾ നിനക്ക് മരണമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വ്യക്തികൾ നിന്നെ യുമകാത്ത് കരയിൽ നിൽക്കുന്നുണ്ട്. അവർക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് നിന്റെ ഈ ചേതനയേറ്റ ശരീരത്തെ ചെങ്കടലിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എറിയുന്നതാണ്. അല്ലാഹു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നോക്ക് നിങ്ങൾ, ആ ആയത്ത് റബ്ബ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? വഇന്ന കതീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധരാണ്. ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞതാണ്. 2025 ജീവിക്കുന്ന നമ്മളടക്കമുള്ള മഹാമനുഷ്യരെ കുറിച്ച് മുഴുവൻ, ആ മനുഷ്യന്റെ മഹാസഞ്ചയത്തെ കുറിച്ച് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണത്. വഇന്ന കതീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. എത്ര ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വല്ല തിരിച്ചറിവും നമുക്കുണ്ടായിട്ടുണ്ടോ? വല്ല മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്ര മയ്യിത്തുകൾ നാം കഫൻ ചെയ്തിട്ടുണ്ട്, എത്ര മയ്യിത്തുകൾ നാം ദഫൻ ചെയ്തിട്ടുണ്ട്, ഖബറടക്കിയിട്ടുണ്ട്, എത്ര മയ്യിത്തുകൾക്ക് നാം വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ മയ്യിത്തുകൾ മറമാടിക്കൊണ്ട് ഖബർസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതാ ജീവിതത്തിന്റെ അധാർമിക സഞ്ചാരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. അല്ലാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പല അവലംബങ്ങളിലേക്കും നാം വീണ്ടും പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. മുൻകാല പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. യഥാർത്ഥത്തിൽ ഒരു മയ്യിത്ത് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകപ്പെടുന്നത് കാണുമ്പോ മുൻകാലമുള്ള പണ്ഡിതന്മാർ പറയുമായിരുന്നു, ഇന്നത്തെ മയ്യിത്തിനെ നാളത്തെ മയ്യിത്തുകൾ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ചുമക്കുന്ന മയ്യിത്തുണ്ടല്ലോ, അത് ഇന്നത്തെ മയ്യിത്താണ്. ചുമക്കുന്ന നമ്മളുണ്ടല്ലോ, നാം നാളത്തെ മയ്യിത്താണ്. നാളെയല്ലെങ്കിൽ മറ്റൊരു ദിവസം മരിക്കേണ്ടവരാണ് നാം. ഇന്നക മയ്യിത്തും വഇന്നഹും മയ്യിത്തൂൻ. ആരോടാണ് ഇതെന്ന് പറഞ്ഞതെന്നറിയുമോ? നീയും മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ്. ആരോടാണ് ഇത് പറഞ്ഞതെന്നറിയുമോ? പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലിനോടാണ് പറഞ്ഞത്, ഇന്നക മയ്യിത്തുൻ, നീ മരണപ്പെടുന്നതാണ്, താങ്കൾ മരണപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മരണമാകുന്ന നമ്മുടെ നാടിന്റെ ചുറ്റിലും നടക്കുന്ന, നമ്മുടെ അയൽപക്കത്ത് നടക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന മരണങ്ങളുണ്ടല്ലോ, ആ മരണം നമുക്കുള്ള ദൃഷ്ടാന്തമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വട്ടവും ഓരോ മരണവാർത്തകൾ നമ്മുടെ ഖബർസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ അത് വലിയ ദൃഷ്ടാന്തമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തിരിച്ചുവിളിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഇടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന.
ഖബർ കാണേണ്ടതില്ല, പള്ളിക്കാട്ടിലേക്ക് കയറി പോകേണ്ടതില്ല. ഖബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉൾക്കിടലും ഉണ്ടാകണമെന്നാണ് പറയപ്പെടുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമായിരുന്നു, നീണ്ട താടിരോമങ്ങളുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞ നീണ്ട താടിരോമങ്ങൾ അദ്ദേഹത്തിന്റെ മടിയിലേക്ക് അങ്ങനെ നീണ്ടു കിടക്കുമായിരുന്നു. അത് കാണാൻ തന്നെ വല്ലാത്തൊരു ചേരാണ്, വല്ലാത്തൊരു സൗന്ദര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുധാവനം ചെയ്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് തൂർന്നു കിടക്കുന്ന താടിരോമങ്ങൾ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ബഖീഅ സന്ദർശിച്ചു കഴിഞ്ഞാൽ, മദീന പള്ളിയുടെ ഓരത്തുള്ള ബഖീഅയിലേക്ക് അദ്ദേഹം നടന്നുപോയി കഴിഞ്ഞാൽ, ആ ബഖീഅയിലെ അങ്ങനെ ഖബറുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുനീരിങ്ങനെ കവിൾത്തടത്തിലൂടെ ചാലിട്ടൊഴുകുമെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ അത് താഴേക്ക് വീഴില്ല, കാരണം കണ്ണുനീർ അദ്ദേഹത്തിന്റെ താടിരോമത്തിലേക്ക് അങ്ങനെ ഊർന്നു വരുമെന്നാണ്. എന്നിട്ട് ആ തിങ്ങി നിറഞ്ഞ തീണ്ട താടിരോമങ്ങളുണ്ടല്ലോ, ആ താടിരോമങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് കണ്ണുനീരിന്റെ ബാഷ്പകണങ്ങൾ അധികരിച്ചു കഴിഞ്ഞാൽ വെള്ളച്ചാല പോലെ ആ താടിരോമങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുന്ന കാഴ്ചകൾ സ്വഹാബത്ത് കാണുമെന്നാണ്. പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, യാ ഉസ്മാൻ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഇങ്ങനെ കണ്ണീര് പൊടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയുമോ? പരലോക യാത്രയുടെ ഒന്നാമത്തെ വീടാണിത്. മനുഷ്യൻ പരലോകത്തെ അഭിമുഖീകരിക്കുന്നതിന്റെ ഒന്നാമത്തെ വീടാണിത്. ഇവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ രക്ഷയുടെ തുടക്കം കുറിക്കുകയാണ്. ഇവിടെ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ശിക്ഷയുടെ നാന്ദി ഇവിടെ കുറിക്കുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം കൂടുതൽ തീവ്രമായി കരയുമായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, എടക്ക് പകരം മാലമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. 40 ഓ 50 ഓ കൊല്ലം കഴിഞ്ഞുകൂടാനുള്ള വീടിന് വേണ്ടി നാം പണിയെടുക്കുമ്പോ ആ വീടിന്റെ പണികൾ പൂർത്തിയാക്കുന്ന സമയം എന്തൊക്കെയാണ് നാം പരിഗണിക്കാറുള്ളത്? ആ വീടിന്റെ മാർബിൾ എങ്ങനെയാവണം, അല്ലെങ്കിൽ ഗ്രാനൈറ്റ് എങ്ങനെയാവണം, ആ വീടിന്റെ സെൻട്രൽ ഹാൾ എങ്ങനെയാവണം, വരാന്ത എങ്ങനെയാവണം, കിച്ചൺ എങ്ങനെയാവണം, ബെഡ്റൂമുകൾ എങ്ങനെയാവണം, ഇന്റീരിയർ എങ്ങനെയാവണം, ലാൻഡ്സ്കേപ്പ് എങ്ങനെയാവണം, മുറ്റം എങ്ങനെയാവണം എന്നിങ്ങനെ കാലങ്ങളെടുത്തുള്ള മാസങ്ങളെടുത്തുള്ള കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിലാണ് ഓരോ കാര്യങ്ങളും നാം തീരുമാനിക്കുക. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്ഥലത്ത് നിന്നാണ് നാം നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ പർച്ചേസ് ചെയ്യുക. 30 ഓ 40 ഓ 50 ഓ കൊല്ലം കഴിയാനുള്ള വീടിന് വേണ്ടി ഇത്രയേറെ സമയങ്ങൾ നാം ചിലവഴിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കിടത്തുന്ന ഖബറുണ്ടല്ലോ, പച്ചയായ നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി കിടത്തുന്ന നമ്മുടെ ഖബറുണ്ടല്ലോ, ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത, സഹോദരനില്ലാത്ത, സഹോദരിയില്ലാത്ത, നാട്ടുകാരില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, പരിചയക്കാരില്ലാത്ത, ആരോടുമില്ലാതെ ഏകാകിയായി കിടക്കേണ്ടി വരുന്ന ഖബറുണ്ടല്ലോ, ഇടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. എത്രയാണ് കിടക്കേണ്ടത്? 10 ആണ്ടുകളാണോ, നൂറ്റാണ്ടുകളാണോ, സഹസ്രാബ്ദങ്ങളാണോ അവിടെ കിടക്കേണ്ടി വരിക എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും അറിയില്ല. സമാനുകളോളം, യുഗങ്ങളോളം ആ ഖബറിന്റെ ഉള്ളിൽ നാം കിടക്കേണ്ടതുണ്ട്. ആ ഖബറിന് വേണ്ടി എന്താണ് നാം ചെയ്തു വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? ആ ഖബറിൽ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി എന്താണ് നാം ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? ചിതലും പുഴുക്കളും താവണം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ആ ഖബറിൽ നമുക്ക് കൂട്ടായി ഉണ്ടാകുക ചിതലുകളും പുഴുക്കളും മാത്രമായിരിക്കും. നമ്മുടെ മുന്നിൽ വിഭവ സമൃദ്ധമായ സദ്യകൾ കൊണ്ടുവന്ന് വെക്കുമ്പോ വിശക്കുന്ന നമുക്ക് എത്രമാത്രം ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുമോ, അതുപോലെ നമ്മുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പുഴുക്കളും ചിതലുകളും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. എത്ര പണം ചെലവഴിച്ചിട്ടാണ് നാം നമ്മുടെ തൊലിയുടെ സൗന്ദര്യം സംരക്ഷിച്ചത്, നാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിച്ചത്? എത്ര പണമാണ് നാം അതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്? ഖബറിലേക്ക് അങ്ങോട്ട് വെച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വയറങ്ങോട്ട് വീർക്കുകയാണ്. അസഹ്യമായ ദുർഗന്ധത്തോടെ ആ വയറങ്ങോട്ട് പൊട്ടുകയാണ്. കണ്ണിന്റെ പകരം 2 മാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ശരീരത്തിന്റെ തൊലിയും മാംസവും അടർന്നു
വീഴുകയാണ്. ആഴ്ചകൾ കഴിയുമ്പോൾ മുടിയും നഖവും അടർന്നു വീഴുകയാണ്. അവസാനം എല്ലിൻ കൂടിന്റെ ചുറ്റിലും കാണപ്പെടുന്ന ഒരു ദ്രാവകം മാത്രമായി മനുഷ്യന്റെ സ്വപ്നങ്ങൾ തീരുകയാണ്. മനുഷ്യന്റെ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. അൽഹാകുമുത് തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ. പെരുമനടിക്കലിൽ നിങ്ങൾ ഇങ്ങനെ വ്യാപൃതരായി കൊണ്ടിരിക്കുകയാണ്. പരസ്പരം മത്സരിച്ചും ഭോഷ്കനടിച്ചും പെരുമനടിച്ചും സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും ആധിക്യവും ആ സന്താനങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പെരുപ്പവും എല്ലാം കാണിച്ചിട്ട് അങ്ങനെ ജീവിക്കുമ്പോ അനിവാര്യമായ അവസാനം ആ പള്ളിക്കാട്ടിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെ മാത്രമേ നിങ്ങളുടെ ഈ പ്രകടനങ്ങൾ മുഴുവനുമുള്ളൂ, നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ മുഴുവനുമുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,